ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചീസി ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ തന്നെ ഓനിയൻ പൗഡറുമാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയില്ലേ, കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്കൊരു ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവറും 1 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാ ഭാഗത്തും എത്തുന്ന രീതി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ മൈദയുടെ മിക്സ് എത്തുന്ന രീതി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഓയിലൊന്നൊഴിച്ച് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഒരുപാടൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട, ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒരുപാട് കരിഞ്ഞു പോകാനുള്ള ടൈം കൊടുക്കരുത്. ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പോളം തന്നെ അളവിൽ ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് വേണ്ടത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ റെഡ് ചില്ലി സോസില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ റെഡ് ചില്ലി സോസും കൂടി 1 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാപ്രിക്ക പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കനും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചീസി ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.